അമേരിക്കൻ പ്രസിഡന്റിന്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറും പാം ബീച്ചിലെ പ്രശസ്ത സാമൂഹിക പ്രവർത്തകയായ ബെറ്റിന ആൻഡേഴ്സണും ഈ വാരാന്ത്യത്തിൽ ബഹാമാസിലെ ഒരു സ്വകാര്യ ദ്വീപിൽ വെച്ച് വിവാഹിതരാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നത്. ഈ വൻകിട വിവാഹ വാർത്ത പുറത്തു വന്നതോടെ ലോകത്തിലെ ഏറ്റവും ആകർഷകവും മനോഹരവുമായ ഉഷ്ണമേഖലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നിനോടുള്ള സഞ്ചാരികളുടെ പ്രിയം വീണ്ടും ഉണർന്നിരിക്കുകയാണ്. ആഡംബരവും പ്രകൃതി ഭംഗിയും ഒത്തുചേർന്ന ഈ പ്രദേശം ഇന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ഹോളിവുഡ് താരങ്ങൾ, കായിക പ്രതിഭകൾ, ആഗോള ശതകോടീശ്വരന്മാർ, ഹണിമൂൺ യാത്രക്കാർ എന്നിവരെയെല്ലാം ഒരു കാന്തം പോലെ ആകർഷിക്കുന്ന മാന്ത്രിക ഭൂമിയാണ് ബഹാമാസ്. കടും നീലയും പച്ചയും കലർന്ന ടർക്കോയ്സ് കടൽ വെള്ളവും അതിൽ ലയിച്ചു ചേരുന്ന അതിമനോഹരമായ സൂര്യാസ്തമയങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. വെളുത്ത മണൽത്തരികൾ നിറഞ്ഞ ശാന്തമായ ബീച്ചുകൾക്ക് അഭിമുഖമായി നിൽക്കുന്ന അത്യാധുനിക ആഡംബര വില്ലകൾ ആരുടെയും മനം കവരുന്ന കാഴ്ചയാണ്. പ്രകൃതിയുടെ ഈ വശ്യതയെ പ്രണയിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. ഫ്ലോറിഡ തീരത്ത് നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ബഹാമാസ് യഥാർത്ഥത്തിൽ 700-ലധികം ദ്വീപുകളും 2400 കേസും ചേർന്ന ഒരു ഭീമൻ ദ്വീപ സമൂഹമാണ്. വിമാനം ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് മുകളിൽ നിന്നുള്ള കാഴ്ച കാണുമ്പോൾ തന്നെ ഈ രാജ്യം സന്ദർശകരെ പൂർണ്ണമായും ആകർഷിക്കും. സമുദ്രത്തിന്റെ നടുവിൽ നീലക്കല്ലുകൾ വിതറിയിട്ടതുപോലെ കിടക്കുന്ന ഈ ദ്വീപുകളുടെ കാഴ്ച അതിമനോഹരമായ ഒരു പെയിന്റിംഗ് പോലെയാണ് അനുഭവപ്പെടുക. ബഹാമാസിലെത്തുന്ന ഭൂരിഭാഗം വിനോദസഞ്ചാരികളും ആദ്യം തെരഞ്ഞെടുക്കുന്നത് നസാവു അല്ലെങ്കിൽ പാരഡൈസ് ദ്വീപുകളാണ്. ഇവിടെ വിഖ്യാതമായ അറ്റ്ലാന്റിക് റിസോർട്ട് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. നസാവു നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള കൊളോണിയൽ ശൈലിയിലുള്ള തെരുവുകൾക്ക് ചരിത്രപരമായ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതോടൊപ്പം പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഇവിടുത്തെ വൈക്കോൽ വിപണികൾ ബഹളമയമാണെങ്കിലും സഞ്ചാരികൾക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അവിടെ സമ്മാനിക്കുന്നത്. എന്നാൽ നസാവുവിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ബഹാമാസിന്റെ യഥാർത്ഥ ശാന്തത അനുഭവിക്കണമെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. എക്സ്മാസ്, എലൂഥറ, അബാക്കോസ് തുടങ്ങിയ പ്രകൃതി രമണീയമായ ദ്വീപുകൾ കാത്തിരിക്കുന്നത് ശാന്തത ആഗ്രഹിക്കുന്നവർക്കായാണ്. ഒരു ബീച്ചിൽ പരമാവധി 3-4 ആളുകൾ മാത്രം കാണുന്ന ഇത്തരം സ്ഥലങ്ങളിൽ ഉച്ചഭക്ഷണത്തിന് മുമ്പ് സ്നോർക്കലിംഗ് ചെയ്യണോ അതോ ശേഷമോ എന്നത് മാത്രമായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ഏറ്റവും വലിയ ചിന്ത. ബഹാമാസിന്റെ കടലിനടിയിലെ ലോകം മറ്റൊരു ഗ്രഹത്തിൽ എത്തിയതുപോലെയുള്ള വിസ്മയമാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പവിഴപ്പുറ്റായ ആൻഡ്രോസ് ബാരിയർ റീഫ് പര്യവേഷണം ചെയ്യാൻ ലോകത്തിലെ വിവിധ കോണുകളിൽ നിന്നാണ് ഡൈവിംഗ് വിദഗ്ധർ എത്തുന്നത്. കൂടാതെ ലോങ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഭീതിയും ആകാംക്ഷയും ഉണർത്തുന്ന 200 മീറ്ററിലധികം ആഴമുള്ള ഡീന്റെ ബ്ലൂ ഹോൾ സാഹസികരുടെ പ്രധാന കേന്ദ്രമാണ്. രുചിയൂറുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിലും സമീപ വർഷങ്ങളിൽ ബഹാമാസ് വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. കടൽ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടം ഒരു സ്വർഗമാണ്. പ്രത്യേകിച്ചും കൊഞ്ച് കൊണ്ടുള്ള വിഭവങ്ങൾ, കൊഞ്ച് സാലഡ്, മൊരിഞ്ഞ പൊട്ടിച്ച കൊഞ്ച് ഫ്രിട്ടേഴ്സ് തുടങ്ങി വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. പരമ്പരാഗതമായി ഈ പാചകം കൈമുതലായുള്ള പ്രാദേശിക ജനവിഭാഗങ്ങൾ തയ്യാറാക്കുന്ന ഈ വിഭവങ്ങൾ തികച്ചും ലളിതവും പുതുമയുള്ളതുമാണ്. ഡിസംബർ പകുതി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ് ബഹാമാസ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം.